ഇനി എന്തൊക്കെ ചെയ്താലും തല കുത്തി മറിഞ്ഞാലും ഈ യുദ്ധത്തിൽ നിന്ന് ഇറാൻ പിന്മാറില്ല. ഇറാൻ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞും കഴിഞ്ഞു. 5 വർഷം വരെ ഇറാനെ ശ്വാസം മുട്ടിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഓരോ ദിവസവും ഇറാനെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ നീക്കങ്ങളാണ്. അതിൽ കുടുങ്ങിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. മാത്രമല്ല, ഈ യുദ്ധത്തെ യാതൊരു കാരണവശാലും അതിലെ ഒരു അവസാനം വെക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പ്രതിസന്ധിയോട് പ്രതിസന്ധിയാണ്. ലോക രാജ്യങ്ങളിൽ നിന്ന് വെറുപ്പുകൾ വാരിക്കൂട്ടുന്നു, മാത്രമല്ല നാണക്കേടുണ്ടാകുന്നു. ഇത്രയും വലിയൊരു കള്ളൻ എന്നുള്ള രീതിയിലേക്ക് സ്വന്തം രാജ്യത്തിനകത്തെ മാധ്യമ പ്രവർത്തകർ വരെ പറയുന്നു. നിലപാടില്ല, പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു, ജനങ്ങൾ തെരുവിലിറങ്ങുന്നു, സ്വന്തം സെനറ്റ് അംഗങ്ങൾ മാറുന്നു, വൈറ്റ് ഹൗസിലെ ചില ആളുകൾ അവിടുന്ന് രാജിവെച്ച് മാറുന്നു. ഇതെല്ലാം ട്രംപ് വരുത്തിവെച്ച വലിയ നാശമാണ്. അത് അമേരിക്കൻ ചരിത്രത്തിൽ കുറിക്കപ്പെടും. കാരണം ഇത്രയും നാളും അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് അമേരിക്കൻ ചരിത്രം കണ്ടതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു പ്രസിഡന്റിനെയാണ് ഇന്ന് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ന് അവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് അങ്ങനെ എങ്ങനെ തടി ഊരാം എന്ന് ട്രംപ് നോക്കുമ്പോൾ ഓരോ നീക്കവുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറാൻ പോവുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ സിരകളെ നിയന്ത്രിക്കുന്ന ഇടുങ്ങിയ ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അത് നമുക്കറിയാം. അവർ വീണ്ടും വെടിയൊച്ചകൾ മുഴങ്ങിയിരിക്കുന്നു. അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും പടുത്തുയർത്തിയ അപ്രമാദിത്വത്തിന്റെ കോട്ടയ്ക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ വെറും ഒരു ആയുധങ്ങളല്ല, മറിച്ച് സാമ്രാജ്യത്തെ ശക്തികൾക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ്. പശ്ചിമേഷ്യയിൽ തങ്ങൾക്കെതിരെ ഉപരോധത്തിന്റെ ചങ്ങലകൾ തീർക്കാൻ നോക്കിയ വാഷിംഗ്ടണിന്റെ നെഞ്ചിലേക്ക് ഇറാൻ നടത്തിയ ഒരു സൈനിക നീക്കം ആഗോള ഭൂപടത്തിൽ ഒരു പുതിയ ശക്തി തുലനത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. അമേരിക്കയുടെ തണലിൽ അഹങ്കരിച്ച അറബ് രാഷ്ട്രങ്ങളുടെ എണ്ണക്കപ്പലുകൾ ഹോർമുസിന്റെ ആഴക്കടലിൽ കത്തി അമരുമ്പോൾ അത് തകർന്നത് വൈറ്റ് ഹൗസിന്റെ അപ്രമാദിത്വം കൂടിയാണ്. ഇത് കേവലം 2 കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അവിടെ ആക്രമണം നടക്കും, ഏതെങ്കിലും ഒരു തരത്തില് കപ്പലിനെ, അല്ലെങ്കിൽ ഈ ഇറാന്റെ അനുമതി ഇല്ലാതെ കപ്പലുകൾ മുറിച്ച് കടക്കാൻ പാടില്ല. അങ്ങനെ കടക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾ ആക്രമിക്കും എന്നുള്ളത് ഇറാൻ പറഞ്ഞിട്ടുള്ളത് കാര്യമാണ്. എന്തായാലും പതിറ്റാണ്ടുകളായിട്ട് തങ്ങളെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന ആഗോള ശക്തിക്ക് ഇറാൻ നൽകിയ അതിശക്തമായിട്ടുള്ള പ്രഹരമാണിത്. തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമുസിലൂടെ ഒരു തുള്ളി എണ്ണ പോലും പുറം ലോകത്തേക്ക് പോകില്ല എന്ന് IRGC പ്രഖ്യാപിക്കുന്നത് വെറും വാക്കല്ല എന്ന് ഈ നീക്കത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം മണ്ണിൽ വിപ്ലവത്തിന്റെ തീഷ്ണത കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തി അവരുടെ പടിവാതിക്കൽ വെല്ലുവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. തങ്ങളെ തൊട്ടാൽ കളി മാറുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കുന്നതിനുള്ള ആദ്യപടിയാണ്. വാഷിംഗ്ടണിലെ ഭരണാധികാരികൾ ഈ നീക്കത്തിന് മുന്നിൽ അക്ഷരാർത്ഥത്തിൽ പകച്ചു നിൽക്കുകയാണ്. സമുദ്ര സുരക്ഷയുടെ പേരിൽ വിമാനവാഹിനി കപ്പലുകൾ അയച്ച് പേടിപ്പിക്കാൻ നോക്കിയ പെന്റഗണിന് തങ്ങളുടെ മൂക്കിന് താഴെ വെച്ച് ശത്രു നടത്തിയ ഒരു ഓപ്പറേഷൻ, ആ ഒരു ഓപ്പറേഷനാണ് ഇന്ന് അമേരിക്കയുടെ വലിയൊരു നെഞ്ചിരിപ്പായിട്ട് മാറുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വിതച്ച വിദ്വേഷത്തിന്റെ വിളവെടുപ്പാണ് ഇപ്പോൾ അവർ തന്നെ അനുഭവിക്കുന്നത്. തടയാനാവില്ലെന്നുറപ്പുള്ള പ്രവചനാതീതമായിട്ടുള്ള ഇറാന്റെ പ്രത്യാക്രമണം അമേരിക്കൻ ആധിപത്യത്തിന്റെ നെടുന്തൂണുകൾ ഇളക്കുന്ന ഒരു മാസ് പൊളിറ്റിക്കൽ മൂവായി ആഗോള ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് എന്നാൽ വെറും ഒരു കടലല്ല. നമുക്കറിയാം, ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ 1/5 കടന്നു പോകുന്നത് ഈ ഇറാന്റെ തീരത്തു കൂടിയുള്ള ഈ ഒരു ഇടുങ്ങിയ കടൽപാത വഴിയാണ്. ഈ വാതിലിന്റെ താക്കോൽ തങ്ങളുടെ കയ്യിലാണെന്ന് ഇറാൻ ഈ ഒരു ആക്രമണത്തിലൂടെ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഹോർമുസ് എന്ന് പറയുന്നത് ഈ യുദ്ധം തുടങ്ങിയിട്ട് ഈ നിമിഷം വരെ എത്തി നിൽക്കുമ്പോൾ ആ ഹോർമുസിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ മേൽക്കൈ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ഇറാനാണ്. കാരണം ഇറാന്റെ നീക്കങ്ങളിലാണ് ഇന്ന് അവിടെ ആ ഒരു കാര്യങ്ങൾ നടക്കുന്നത്. ഒരു കപ്പൽ പോലും അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ പോലും അമേരിക്കൻ സുരക്ഷതയിൽ ഈ അവരുടെ സഖ്യകക്ഷികൾക്കോ മറ്റാളുകൾക്കോ ഒഴുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ വലിയൊരു സത്യം. ഇനി അമേരിക്ക എത്രയൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാലും തങ്ങൾക്ക് ഈ ആഗോള സാമ്പത്തിക പാതയെ ഒറ്റ നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് ഇറാൻ വീണ്ടും നൽകുന്നത്. വർഷങ്ങളായിട്ട് ഇറാനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ അമേരിക്ക ക്രൂരമായിട്ടുള്ള ഉപരോധങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇറാനിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടും അവരുടെ എണ്ണ വ്യാപാരം തടഞ്ഞും അമേരിക്ക വിനോദിച്ചപ്പോൾ ഇറാൻ തങ്ങളുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. കാരണം അവർക്ക് ആ സമയത്ത് ഇതൊന്നും നോക്കാനുള്ള സമയമില്ല. തങ്ങളെ ശ്വാസം മുട്ടിക്കുന്നവർക്ക്
സുഖമായി ശ്വസിക്കാൻ യോഗ്യതയില്ല എന്ന നയമാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിക്കണം, എപ്പിക് ഫ്യൂറി എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം തുടങ്ങി അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാന്റെ നെഞ്ചത്തേക്ക് വന്നു. പിന്നീട് ഇപ്പം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ഇസ്രയേൽ ഒരു വശത്ത് മാറി നിൽക്കുമ്പോൾ അമേരിക്ക പെട്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് 5 വർഷം കൂടി ഞങ്ങൾ ഈ ഒരു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത്. അതായത് ഇറാൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുകയാണ് എങ്കിൽ അതിൽ എല്ലാ ഒരു പാക്കേജും ഉണ്ട്. അതായത് വളരെ ക്ലിയർ ആയിട്ട്, ഈ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഇറാന്റെ ഓരോ നീക്കത്തിനും അവർ വലിയൊരു കാര്യം തന്നെയുണ്ട്. കാരണം അതിനെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ചാടി അമേരിക്ക കണക്ക് ഞങ്ങൾ അത് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും എന്നുള്ള വെല്ലുവിളിയൊന്നും ഇല്ല. ഇങ്ങോട്ട് വന്നാൽ അടിക്കും, ചോദിച്ചതിനൊക്കെ പകരം ചോദിക്കും എന്നുള്ളതല്ലാതെ അങ്ങോട്ടേക്ക് കയറി വലിയ വെല്ലുവിളിയും വീരവാദം മുഴക്കുകയും ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പറയുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം ഇറാൻ എപ്പോഴും ഒരു നിലപാടുണ്ട്. എന്തായാലും ഈ ഒരു പ്രഹരം അമേരിക്കൻ സാമ്പത്തിക ഭീകരതയ്ക്ക് എതിരെയുള്ള സ്വാഭാവിക പ്രതികരണമാണ്. അബുദാബി ദേശീയ എണ്ണ കമ്പനിയായ അഡ്നോക്കിന്റെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ്. അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഒരു താക്കീത് കൂടിയാണ്. പലതവണ പറഞ്ഞിരുന്നു, നിങ്ങൾ അമേരിക്കയുടെ വാക്ക് കേട്ട് ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. മാത്രമല്ല, നിങ്ങൾ അമേരിക്കയ്ക്ക് സൗകര്യമൊരുക്കുകയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടേതായ നീക്കങ്ങൾ എടുക്കേണ്ടി വരുമെന്ന്. എന്തായാലും ഫെബ്രുവരി മുതൽ ഇതുവരെ അഡ്നോക്കിന്റെ 20ഓളം കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. അമേരിക്കയുടെ സംരക്ഷണം ഉണ്ടെന്ന് കരുതി ഇറാന്റെ അതിർത്തിയിലൂടെ സവാരി നടത്താമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണിത്. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പൂർണ്ണ സുരക്ഷ നൽകുമെന്നായിരുന്നു അമേരിക്കയുടെ വാഗ്ദാനം. എന്നാൽ ഇറാന്റെ അതിവേഗ സ്പീഡ് ബോട്ടുകളും അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഹോർമുസിൽ കളം നിറഞ്ഞപ്പോൾ അമേരിക്കൻ റഡാറുകൾക്ക് അത് തടയാൻ കഴിഞ്ഞില്ല. ഇനി ലോകത്തിലെ ഏറ്റവും ചിലവേറിയ പ്രതിരോധ സംവിധാനങ്ങളെ വെറും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ഓപ്പറേഷൻ വിജയകരമായിട്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് വെറും ഒരു സൈന്യമല്ല, മറിച്ച് പടിഞ്ഞാറൻ ശക്തികളുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിപ്ലവ വീര്യമായിട്ട് മാറുകയാണ്. അവരുടെ കമാൻഡർമാർ തന്നെ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു, തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഇതുവഴി കടന്നു പോകില്ലെന്ന്. ആ വാക്കുകൾ അക്ഷരം പ്രതി നടപ്പിലാക്കിക്കൊണ്ട് അമേരിക്കൻ യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യത്തിൽ തന്നെ അവർ ഈ ഒരു ആക്രമണം നടത്തി തങ്ങളുടെ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. ഈ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റിനും പെന്റഗണിനും വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാണ്. ലോകത്തിന് മുന്നിൽ തങ്ങൾ തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു എന്ന് വാഷിംഗ്ടൺ തിരിച്ചറിയുന്നു. സഖ്യകക്ഷികളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു പേപ്പർ ടൈഗർ മാത്രമാണ് അമേരിക്കയെന്ന് മിഡിൽ ഈസ്റ്റിലെ ഇതര രാഷ്ട്രങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഈ ഒരു ഒറ്റ സംഭവം തന്നെ മതിയാകുന്നു. മാത്രമല്ല, ആക്രമണ വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണി ഉലഞ്ഞു കഴിഞ്ഞു. എണ്ണവില കുതിച്ചുയരുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുള്ളത്. അമേരിക്കൻ ജനത തങ്ങളുടെ രാജ്യത്തെ ഇന്ധനവില വർധനവിൽ വലയുമ്പോൾ അതിനുള്ള യഥാർത്ഥ കാരണം വൈറ്റ് ഹൗസിന്റെ തെറ്റായ വിദേശ നയങ്ങളാണെന്ന് ഇറാൻ തെളിയിച്ചു കൊടുക്കുന്നു. ഇനി സാമ്പത്തികമായിട്ട് അമേരിക്കയെ തളർത്താൻ ഇറാന് വലിയ യുദ്ധങ്ങൾ ആവശ്യമില്ല. ഹോർമുസിലെ ഒരു ചെറിയ അലയൊലി മാത്രം മതി ഇറാന്റെ ഈ ഒരു നടപടിയെ UAE സമുദ്രക്കൊള്ള എന്ന് വിളിച്ച് അപലപിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് മുന്നിൽ മറ്റു വഴികളില്ല. അമേരിക്ക തങ്ങളെ രക്ഷിക്കുമെന്ന അവരുടെ വിശ്വാസം തകർന്നിരിക്കുന്നു. സ്വന്തം എണ്ണ വിപണി സുരക്ഷിതമാക്കണമെങ്കിൽ ഈ വാഷിംഗ്ടണിനെ അല്ല, മറിച്ച് അയൽ രാജ്യമായിട്ടുള്ള ടെഹ്റാനെയാണ് അനുനയിപ്പിക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം ഗൾഫ് രാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനുമായി ഇനി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് അമേരിക്ക മുതിരില്ല എന്ന് അവരുടെ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധിയിൽ അമേരിക്കയെ പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ പല പാശ്ചാത്യ രാജ്യങ്ങളും മടിക്കുന്നത്. ഇനി നാറ്റോ സഖ്യത്തിനുള്ളിൽ പോലും അമേരിക്കയുടെ സ്വാധീനം കുറയുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ ഒരു ഹോർമുസ് പ്രതിസന്ധി സാക്ഷ്യം വഹിക്കുന്നത്. പരമ്പരാഗത യുദ്ധമുറകൾക്ക് പകരം ഇറാൻ പ്രയോഗിക്കുന്നത് അസിമെട്രിക് വാർഫെയർ അഥവാ അസമമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളാണ്. ചെറിയ സ്പീഡ് ബോട്ടുകളും റഡാറുകളിൽ പെടാത്ത ആത്മഹത്യാ ഡ്രോണുകളും ഉപയോഗിച്ച് ശത്രുവിന്റെ വൻകിട കപ്പലുകളെ തകർക്കുന്ന ഈ ഒരു തന്ത്രത്തിന് മുന്നിൽ അമേരിക്കൻ നാവികസേന അമ്പെ പരാജയപ്പെടുകയാണ്.